ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വേഗത്തിൽ ഞാനൊരു വചനഭാഗം വായിച്ച് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രഭാത സമയത്ത് നമ്മൾ ചിന്തിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് ആമേൻ വിടുതൽ എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. വിടുതൽ എന്ന് പറഞ്ഞ പദവുമായി കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ വായിച്ച വേദഭാഗം നിങ്ങൾക്ക് ആമേൻ ാമത്തെ വാക്യമായിരുന്നു നമ്മൾ വായിച്ചത്. ആമേൻ. കർത്താവ് സ്തോത്രം. നമ്മളെ ഒത്തിരി ബലപ്പെടുത്തിയ കുറേ വചനഭാഗം നമ്മൾ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് അതുമായി കണക്റ്റഡ് ആയ, അതായത് ക്രൂശിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രൂശിൻ്റെ ഫലങ്ങൾ എന്താണ്? ക്രൂശിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്, ക്രൂശിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ആമേൻ ഒന്ന് വിടുതലാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ആമേൻ. കാൽവറി ക്രൂശിൽ ഒരുവൻ മറുവലയായി കൊടുത്തപ്പോൾ സംഭവിച്ചത് ജീവിതത്തിനകത്തിൽ ഒരു വിടുതൽ സംഭവിക്കാനായിട്ട്, വലിയൊരു വിടുതലിൻ്റെ കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമത്തേത് ആമേൻ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗലാത്യർ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:4. അപ്പം ഇവിടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ക്രിസ്തുവേശുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ, രണ്ടാമത്തേത് സമാധാനമുണ്ടാകട്ടെ. സമാധാനം എന്ന് പറയുമ്പോൾ ആമേൻ അതിനെ മറ്റൊരു പദത്തിൽ ഗ്രീക്ക് പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എയറിൻ എന്ന് പറയുന്ന ഒരു പദമാണ്, എയറിൻ. എന്നാൽ മറ്റൊരർത്ഥത്തിൽ അതിനെ ശാലോം എന്ന് പറയുന്നതും നമുക്ക് കേൾക്കാൻ കഴിയാം. ശാലോം, സമാധാനം. അപ്പോൾ സമാധാനം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിനകത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ കണക്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് വേണം. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ മുഖാന്തരമായിട്ട് ഇൻഡിപെൻഡൻ്റ് സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിച്ചിരിക്കുന്നത്? യേശുവിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ അവൻ വിടുതലിൻ്റെ കരത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. പൗലോസ് അപ്പോസ്തലൻ വിടുതലിലൂടെ നമ്മളെ കാണിച്ചു തന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കാണിച്ചു തരുന്ന ഒരു പദമാണ് സമാധാനത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു. ആമേൻ. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ, ആമേൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന സമയത്താണ് സഹോദരി വേഗത്തിൽ കയറി വന്ന് ചില വിഷയങ്ങൾ അവിടെ സംസാരിക്കാനിടയായി തീർന്നു. ഞാൻ വേഗത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടും അവർക്കതങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശബ്ദം ഒരു പക്ഷേ അവർക്ക് അലോസരമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ എന്നെ മറുവശത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേർഡുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ വന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു എന്ന് പറയും. അവർക്കത് അലോസരമാകുന്നു, നമ്മൾക്കത് അനുഗ്രഹമായി തീർന്നു. കാരണം നമ്മുടെ ജീവിതത്തിനകത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ജീവിതത്തിനകത്ത് അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരേക്ക്. ആമേൻ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. ആമേൻ. നമ്മൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ആത്മീയമായ മേഖലകൾ, അത് മറ്റുള്ളവരുടെ ജീവിതത്തിനും പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഗലാത്യർ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ
5-ാമത്തെ വാക്യം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. എവിടെയാണ് നമ്മൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? എവിടെയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത്? ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. സമാധാനം നഷ്ടപ്പെടുന്നത് എവിടെയാണ്? നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ആമേൻ നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ ദൈവത്തോട്, ആ ദൈവ സാന്നിധ്യത്തോട്, ദൈവഹിതത്തിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിനകത്തിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യമായാലും സമാധാനമായാലും നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാമും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് ഈ ഇങ്ങനെ ഒരു വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിനകത്തിലേക്ക് കർത്താവ് തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും ആമേൻ ഹല്ലേലൂയ സ്തോത്രം സമാധാനമുണ്ടാകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിനാസ്പദമായിട്ട് ഒരു വേദഭാഗം കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെ കണക്ട് ചെയ്തിട്ട് ആ സമാധാനത്തിന് ശേഷം ഞാൻ 1-2 ചില വിഷയങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. താങ്ക് യു ജീസസ്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ വായിച്ച വേദഭാഗം എങ്ങനെയായിരുന്നു? അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. To all who are in Rome, dearly loved by God, called to be saints, grace to you and peace from God, our Father and the Lord Jesus Christ. നമ്മളെ വിളിച്ച കർത്താവായ യേശു, ആമേൻ, ലോകത്തിനെ അല്ലെങ്കിൽ ഒരു തകർന്ന് തരിപ്പണമായി കിടന്ന ഒരു കൂട്ടത്തിനെ ദൈവം വിളിച്ചു ചേർത്തപ്പോൾ എന്നെയും അതിനകത്തേക്ക് വിളിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ എന്നെ വിളിച്ചായിട്ട് നന്ദി. ഞാൻ എവിടെയോ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു. സ്വാതന്ത്ര്യമില്ലാതെ, സമാധാനമില്ലാതെ എൻ്റെ ലൈഫ് മുഴുവനും വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ടു പോയ സ്ഥലത്ത് എന്നെ കർത്താവ് വിളിച്ച് ചേർത്ത വലിയ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് ആമേൻ എത്ര പേർക്ക് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് പറയാൻ കഴിയും? ആമേൻ. ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം, ഇങ്ങനെയൊരു ജീവിതം എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു, ഞാനും ഉൾപ്പെട്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. എൻ്റെ കുടുംബം ഉൾപ്പെട്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ട്. ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഞാൻ വിശ്വസിച്ച ആ സമാധാനം എൻ്റെ ഹൃദയത്തിനകത്ത് നൽകി തന്നപ്പോൾ എൻ്റെ കുടുംബത്തിനകത്തിൽ സമാധാനം വന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ഫേവർ, ഒരു ഗ്ലോറി റലം എനിക്ക് വെളിപ്പെട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം. ഇതെന്താണെന്നറിയാമോ? ഇതാണ് ജീവിതത്തിനകത്ത് നടക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വേഗത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. 5-ാം അധ്യായം, ഗലേഷ്യൻ ചാപ്റ്റർ 5 verse 1.
അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും, നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തിൽ ആമേൻ ആ ഒരു സ്വാതന്ത്ര്യത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ പിന്നെയും നമ്മൾ അവിടെ നിന്നും മറ്റൊരു മേഖലയ്ക്കകത്തിലേക്ക് കടന്നു പോകാൻ ഇടവരരുതേ. അപ്പോൾ അങ്ങനെ ഇടവരരുത്, അങ്ങനെ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം അവൻ നമ്മളോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന് കീഴടങ്ങി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ലൈഫിനെ നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും നമ്മുടെ ഹൃദയത്തിലെ വിചിന്തനങ്ങളെയും മുഴുവനും അറിയാവുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമ്മളെ താങ്ങി വഴി നടത്തും, നമ്മളെ ആമേൻ ചേർത്തു പിടിക്കുമെന്ന് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സാംസ് ചാപ്റ്റർ 40 എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആമേൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം വേണം. എൻ്റെ ജീവിതത്തിനകത്തിൽ എൻ്റെ അടിമനുകം എന്നിൽ നിന്ന് മാറിപ്പോകണം. കാരണം കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് ആമേൻ, ഹല്ലേലൂയ, സമാധാനമാണ്, സ്വാതന്ത്ര്യമാണ്. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അടുത്ത പദം പറയുകയാണ്, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ പറയാൻ കഴിയണം, കർത്താവേ, അങ്ങയുടെ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തു നിന്നും എൻ്റെ ഇഷ്ടപ്രകാരമുള്ളൊരു ലൈഫല്ല ആമേൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ ഹിതപ്രകാരമുള്ള അങ്ങയുടെ ജീവിതത്തിന് അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ആ വെളിപ്പെടുത്തലുകൾ, ദൈവവചനത്തിലൂടെ എനിക്ക് തന്നിരിക്കുന്ന വെളിപ്പാടുകൾ, ആമേൻ, ഹല്ലേലൂയ, അതിനെ പ്രാപിച്ചു മുന്നോട്ട് പോകുവാൻ എന്നെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ എന്ന് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ഹൃദയത്തിലെ ആമേൻ പ്രമാണത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ഹൃദയത്തിലാണ് ആ പ്രമാണം ഉറപ്പിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുവാൻ പോകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നമ്മളെ പരിശുദ്ധാത്മാവ് വിലക്കുന്നുണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് നമ്മളെ വിലക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ടും ഇത് നിനക്കുള്ളതല്ല. കാരണം നിൻ്റെ ജീവിതത്തിനകത്തു നിന്നും ആമേൻ ആ സമാധാനം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എവിടെയെങ്കിലും അങ്ങനെ ആമേൻ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രവൃത്തി, റോങ് ആയിട്ടൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആദ്യം പ്രവർത്തിക്കുന്നത് ആമേൻ ഹോളി സ്പിരിറ്റ് ആയിരിക്കും. ഹോളി സ്പിരിറ്റ് പറയും, മോനെ അത് ചെയ്യരുത്, മോളെ അത് ചെയ്യരുത്. ആമേൻ, ഹല്ലേലൂയ. പിന്നെയും നമ്മുടെ ഹൃദയത്തിനകത്തിൽ പറയും, ഇല്ല അത് ചെയ്യണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുന്നമേ ആമേൻ വിലക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. കാരണം എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവാണ്. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിനകത്തിൽ എപ്പോഴും നിലനിൽക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ചിന്തിക്കാൻ കഴിയത്തില്ല, അനാവശ്യമായിട്ടുള്ള ഒരു വേർഡുകൾ നമ്മൾക്ക് ഉച്ചരിക്കാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയ്ക്കകത്തിൽ ആമേൻ വന്ന ആമേൻ ഒരു സഹോദരൻ ഒരു സഹോദരിയാകുമ്പോൾ ആമേൻ ഒരു കാര്യം ഉറപ്പാണ്, ആമേൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ മുന്നമേ നമ്മൾക്കൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ ആമേൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ആ ക്യാരക്ടറിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. കാരണം നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. എവിടെയെങ്കിലും ആമേൻ ആരുടെയെങ്കിലും ജീവിതത്തിനകത്തിൽ അങ്ങനെ ചില ചിന്താഗതികൾ ഹൃദയത്തിനകത്തിൽ അനാവശ്യമായിട്ടുള്ള കോപത്തിൻ്റെ അഗ്നിയോ അനാവശ്യമായിട്ടുള്ള അവനെ ചിന്താമണ്ഡലങ്ങളോ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു ഉപദേശം എന്നതുപോലെ പറയട്ടെ, ആമേൻ നമ്മളെ തന്നെ താഴ്ത്തി ഹൃദയത്തിനകത്തിൽ ആമേൻ ഒരു വേർപാടിൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മളെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനൊക്കെ ഈ സംഭവം നമ്മുടെ ജീവിതത്തിനകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആമേൻ പിന്നീട് നമ്മുടെ ലൈഫിനകത്തിൽ എന്താണെന്നറിയാമോ സംഭവിക്കാൻ പോകുന്നത്? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. 143-ാമത്തെ സങ്കീർത്തനം, സാംസ് 143
അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. ആമേൻ. ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. ടീച്ച് മീ ടു ഡു യുവർ വിൽ, ഫോർ യു ആർ മൈ ഗാഡ്. ഹല്ലേലൂയ, സ്തോത്രം. ടീച്ച്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർ നിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ലൈഫിനകത്തിൽ നമ്മൾക്ക് വേണ്ട, ഞാനിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണെന്ന് ആമേൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആമേനും സ്തോത്രങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. കർത്താവെ, എന്നെ അങ്ങനെ ഒരു മേഖലയ്ക്കകത്തിൽ എന്നെ ഒന്ന് നടത്തണമേ. ആമേൻ. ഞാൻ എവിടെയെങ്കിലും ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് ഇനിയും എന്നെ ഒന്ന് പരിശുദ്ധാത്മാവുമായിട്ട് എന്നെ ഒന്ന് റിലേഷൻ ചെയ്യിപ്പിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഉപവാസം കഴിയുമ്പോൾ ഉപവാസം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ നമ്മളെ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തിലുള്ള കുറവുകളെയാണ് നമ്മൾ എടുത്ത് കളയേണ്ടത്. അതിനെ അനാവശ്യമായിട്ട് ഉള്ള സാധനങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് നമ്മൾ മാറ്റിക്കളയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ വാസം ചെയ്യാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ ചോദിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ 1-2 നിമിഷങ്ങൾ ആ കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ, എന്നെ അവിടുന്ന് അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ നിലനിൽക്കുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒരു നിമിഷം നിങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ്. ഹല്ലേലൂയ. എന്ത് നല്ലൊരു വേർഡാണ് കൊടുത്തിരിക്കുന്നത് അറിയാമോ? അതിൽ ഹല്ലേലൂയ, സ്തോത്രം. God, your spirit is good. Lead me in the land of uprightness. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു നല്ല മേഖലയ്ക്കകത്തിൽ, നല്ല നിലത്തിൽ എന്നെ നടത്തണം. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ എന്നെ നടത്തണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിലനിർത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവമക്കളെ, സ്വാതന്ത്ര്യമുള്ളതും സമാധാനം എന്നുള്ളതും നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വേദഭാഗം കൂടെ നിങ്ങളൊന്ന് കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് ഞാൻ വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനകളിലൊന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 10-ാമത്തെ വാക്യം പറയാം, നിന്റെ രാജ്യം വരണമേ, യുവർ കിങ്ഡം കം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്തോത്രം. യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഹിതം, ദൈവത്തിൻ്റെ ഹിതമാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാന്നിധ്യത്തിനകത്ത് നാം നിൽക്കുകയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറ്റം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിനകത്ത്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഒന്നിനും കുറവില്ലാതെ സകലത്തെയും നിലനിർത്തുന്ന, സകലത്തെയും നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തിലേക്ക് പരിശുദ്ധാത്മാവ് അത് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ കരമടിച്ചോ അന്യഭാഷകളിലോ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രമാണത്തിന്റെ ബലത്തിനകത്ത് ജീവിക്കുക. രണ്ടാമത്തെ വിഷയത്തിന് നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയാണ് ആവശ്യം. ഹല്ലേലൂയ.
എത്ര പേർക്ക് പറയാൻ കഴിയും, ആമേൻ, നല്ലൊരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് ലഭിക്കണമേ, ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിച്ചു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതെൻ്റെ ലൈഫിനകത്തിൽ ആമേൻ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 12 verse 50. ആമേൻ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. For whoever does the will of my Father who is in heaven, that one is my brother and sister and mother. ഇവിടെ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ആമേൻ, ബന്ധങ്ങളെ ഉറപ്പിക്കുക. സ്തോത്രം. സ്വാതന്ത്ര്യവും സമാധാനവും നമ്മുടെ ലൈഫിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ അടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സംഭവമാണ്, ആമേൻ, ബന്ധങ്ങളെ ഉറപ്പിക്കുക എന്നുള്ളത്. സഹോദരങ്ങളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ആമേൻ, മാതാപിതാക്കളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവരെ കരുതുക, അവരെ, ആമേൻ, മാതാപിതാക്കളെ, ആമേൻ, ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആമേൻ, ഹല്ലേലൂയ. മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന, ആമേൻ, കുഞ്ഞുങ്ങൾ, സ്തോത്രം, ആമേൻ, കുഞ്ഞുങ്ങളെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക്, ആമേൻ, തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന മാതാപിതാക്കൾ. ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും സ്നേഹമില്ല, സഹോദരങ്ങൾക്ക് സ്നേഹമില്ല. ആമേൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി ചിന്തുന്ന തരത്തിലുള്ള പലവിധമായ മേഖലകൾക്കകത്തൂടെ കടന്നു പോകുന്നൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നേ കേൾക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് നാമും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് കയറുമ്പോൾ, നാം ആ സ്നേഹത്തിനകത്തിലേക്ക് കയറുമ്പോൾ, ആമേൻ, നാം പ്രാർത്ഥിച്ചു നമ്മൾ കയറി നിൽക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ കരുതുന്ന, നമ്മളെ, ആമേൻ, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ കരം, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, നമ്മളോട് കൂടെയുണ്ടെന്നുള്ള വിശ്വസിക്കുന്നെങ്കിൽ, ആമേൻ, നിങ്ങൾ നല്ല ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളം, കർത്താവേ, ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ അങ്ങയുടെ സ്നേഹത്തിനകത്ത് നിന്നപ്പോൾ അങ്ങയുടെ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, അങ്ങയുടെ സമാധാനം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ഈ പ്രഭാതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഈ ബന്ധങ്ങളെ അല്ലെങ്കിൽ ഈ ദൈവഹിതത്തിനനുസരിച്ച് ഞാൻ നിന്നപ്പോൾ വേഗത്തിൽ ഞാൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു, ആമേൻ, ഹല്ലേലൂയ, നമുക്കൊരു, ആമേൻ, നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു വഴി ഒരുക്കുന്നവനാണ്. നിങ്ങൾ ആ വേദഭാഗം നിങ്ങൾ നിന്ന് നോട്ട് ചെയ്തോണം. മത്തായി സുവിശേഷം മാത്യു 26:42 ആമേൻ, ഹല്ലേലൂയ. ആ വേദഭാഗമായിട്ട് കണക്റ്റഡായി കിടക്കുന്നത്. നിങ്ങളത് പിന്നീട് അത് വായിച്ചാൽ മതി. എനിക്ക്, ആമേൻ, ഹല്ലേലൂയ, മറ്റൊരു ഭാഗത്തേക്ക് എനിക്ക്, ആമേൻ, കടന്നു പോകേണ്ടതുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ഞാനൊന്ന് വേഗത്തിൽ പോകുന്നു. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആമേൻ, ഹല്ലേലൂയ. ഇത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. ആമേൻ, ഹല്ലേലൂയ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. If anyone chooses to do his will, he shall know whether the teaching is from God or whether I speak on my own. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടം, ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അങ്ങനെ പല രീതിയിലുള്ള ചിന്താമണ്ഡലം, ഞാൻ മുൻപേ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ അകത്ത്, ഒരു വ്യക്തിയുടെ അകത്ത് വ്യാപരിക്കപ്പെടുമ്പോൾ, ആമേൻ, ആ വ്യക്തിക്കകത്തു നിന്നും, ആമേൻ, ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ് പറയുന്നതായിരിക്കണം നടക്കേണ്ടത്. പിശാചിന് അവിടെ സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. ആമേൻ, ഹല്ലേലൂയ. ആ 18-ാമത്തെ വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചാൽ പറയുന്നുണ്ട്,
സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാൻ ആകുന്നു, നീതികേട് അവനിലില്ല. ആമേൻ. അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മളോട് സംസാരിച്ചത്, ആമേൻ, നിങ്ങളത് ശ്രദ്ധിക്കുക. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ജീവിതത്തിനകത്ത് നമുക്ക് ദൈവമഹത്വത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ആമേൻ, സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷെ പിശാചിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ശരീരത്തിനകത്തു നിന്നുണ്ടാകുന്ന ചിന്താഗതികളിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളെ അല്ല, ആമേൻ, നാം തിരിച്ചറിയേണ്ടത്. പകരം, ആമേൻ, ദൈവത്തിൻ്റെ, അവൻ അല്ലെങ്കിൽ അയച്ചവൻ്റെ മഹത്വം, യേശുവിൽ നിന്നുള്ള ആ സ്നേഹം, ആമേൻ, തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിനകത്ത് അല്ലെങ്കിൽ ആ കർത്താവുമായിട്ട് ബന്ധത്തിൽ ചേർന്ന് നിൽക്കുന്നവനെയാണ് അവൻ ഏറ്റവും കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, ആമേൻ, നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട്, നമ്മളെ സമാധാനത്തിനായിട്ട്, ആമേൻ, ആ ക്രൂശിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നിർത്തിയിരിക്കുന്ന, ആമേൻ, ആ ദൈവഹിതത്തിനനുസരിച്ച് നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തോടൊന്ന്, ആമേൻ, നല്ലൊരു മഹത്വം പറഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, ആ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയിലേക്ക് കടന്നു പോകാം. ആമേൻ. നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലേക്ക്, ആമേൻ, വീണ്ടും ഞാനൊന്ന് കടന്നു വരികയാണ്. ഗലാത്യർ ലേഖനം, ആമേൻ, എൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നമ്മൾക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ലൈഫിനകത്തിൽ അങ്ങനെ ഒരു മേഖലയായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം, കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം, സാന്നിധ്യത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന, ആമേൻ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വേർഡാണ്, ആമേൻ, ഹല്ലേലൂയ, സമാധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം, എവിടെയെങ്കിലും ജീവിതത്തിനകത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആമേൻ, ദൈവമായിട്ടുള്ള ബന്ധം നമ്മളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് അവിടുത്തെ സ്വാതന്ത്ര്യം എനിക്ക് വേണം, അവിടുത്തെ സമാധാനം എനിക്ക് വേണം, അവൻ എൻ്റെ തലമുറയ്ക്ക് വേണം, എൻ്റെ ഭവനത്തിനകത്ത് വേണം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുന്നു, ഞാൻ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ചേർന്ന് നിന്നു, പക്ഷേ അവസാനം, ആമേൻ, ഹല്ലേലൂയ, സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു, സമാധാനവും നഷ്ടപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. പത്രോസേ, നീ യേശുവിനോട് ചേർന്ന് നിന്നവനാ, യേശുവിൻ്റെ കൂടെ നിന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ, ആമേൻ, അവൻ്റെ ജീവിതത്തിനകത്തിൽ, അവൻ്റെ അതരത്തിൽ നിന്ന് പുറത്തു വന്ന വേടുകൾ, ഞാൻ നിന്നെ അറിയുക പോലുമില്ല. ആമേൻ, സ്തോത്രം. ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് ഒരു സ്ത്രീയുടെ മുൻപിൽ, ആമേൻ, വിളിച്ചു പറയുവാൻ കാണിച്ച ആ ഒരു മനോഭാവം എന്താണെന്ന് അറിയാമോ? അവൻ്റെ ഹൃദയത്തിനകത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വന്നില്ല, യേശുവിൻ്റെ സമാധാനം വന്നില്ല, യേശുവിൻ്റെ സ്വാതന്ത്ര്യം വന്നില്ല. അവൻ ലോകത്തിൽ അവൻ ഭയന്നുപോയി, അവൻ ഭയപ്പെട്ടു പോയി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന വേർഡാണ്, ഭയപ്പെടാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ യേശുവിൻ്റെ സമാധാനത്തിൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ നമ്മളെ കർത്താവ് വിളിച്ചു ചേർത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് നാം പറയണം, കർത്താവേ, എന്നെ അയച്ചിരിക്കുന്ന ദേശത്ത്, ഞാൻ ആയിരിക്കുന്ന ദേശത്ത്, എൻ്റെ കുടുംബത്തിനകത്തിൽ, എൻ്റെ തലമുറകളുടെ മേൽ, അവൻ ദൈവിക സമാധാനത്തെ കൊണ്ടു തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഈ പ്രഭാതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക്, ആമേൻ, ഇങ്ങനെ പറയാം, ആമേൻ, സ്വാതന്ത്ര്യം നൽകിയതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. യേശുവിൽ കൂടെ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ഭൂമിനകത്ത് കടന്നു വന്ന് ഭാഷകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല വ്യക്തിയോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം, സമാധാനം, ആമേൻ, ഹല്ലേലൂയ, എല്ലാ ഹൃദയത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ,
ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് സമാധാനത്തോട് അവൻ ഈ ഉപവാസം കഴിയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു ബ്ലെസ്സിങ് ആയി മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണേ അപ്പച്ചൻ. ആമേൻ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ വായിച്ച വചനഭാഗം അങ്ങനെ തന്നെയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്ന സകല ജനത്തിനെയും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കൃപയിൽ നിർത്തിയാട്ടെ, സമാധാനത്തിൽ നിർത്തിയാട്ടെ, സ്വാതന്ത്ര്യത്തിൽ നിർത്തിയാട്ടെ. കർത്താവ് അപ്രകാരം ചെയ്ത വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.